ഇന്നത്തെ വീഡിയോയിലേക്ക് വേണ്ടി ഈ ഒരു എക്സ്ക്ലൂസീവ് സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യാൻ അവസരം നൽകിയത് cellpointadoor ആണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റോ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റോ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. യെസ് ഗൈസ്, ഫൈനലി ഇതാണ് നമ്മുടെ Redmi Note 11ൻ്റെ പാക്കിംഗ്. നേരത്തെ പോലെ അതേ തീമിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു പാക്കേജും വരുന്നത്. ഫ്രണ്ടിലായിട്ട് ഇതിൻ്റെ ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ബ്രാൻഡിങ്ങും പിന്നെ Redmi Note 11 ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പെസിഫിക്കേഷൻ താഴെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് ഇതിൻ്റെ ബ്രാൻഡിങ്ങും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ബാക്കിൽ കീ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ കൊടുക്കാൻ മറന്നിട്ടില്ല ഇവരിപ്പോഴും. ഈ കാണുന്ന രണ്ട് സീല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് ഫ്രീ ആവും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബോക്സ് ആണ്. അവിടെ ഡിസൈൻഡ് ബൈ Redmi എന്ന് കൊടുത്തിട്ടുണ്ട്. അതിലെപ്പോഴും വരുന്ന പോലെ ബാക്ക് കവറും കുറച്ച് പേപ്പർ ബോക്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സിം ട്രേ ഇജക്ടർ പിൻ ആ ഒരു സംഭവം കാണാൻ പറ്റും. പിന്നെ ഈ ഒരു യൂസർ മാനുവലും ബാക്ക് കവറുമാണ്. നേരത്തെ വന്ന പോലത്തെ സെയിം ആ ഒരു പാക്കിംഗ് മെത്തേഡ് തന്നെയാണ്. യൂസർ മാനുവലിനകത്ത് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എത്ര പേര് വായിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. ആൻഡ് ഇതാണ് നമ്മുടെ കവർ. നേരത്തെ വന്ന പോലെ ആ ഒരു TPU കേസാണ് ഇതിലും വരുന്നത്. ഒരു ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഇനി നമ്മുടെ ഡിവൈസാണ് ഒരു ടെമ്പററി പ്ലാസ്റ്റിക് ഷീറ്റിൽ കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കത് സൈഡിലോട്ട് മാറ്റിയേക്കാം. ബാക്കി പാക്കിംഗ് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ആസ് യൂഷ്വൽ വരുന്ന പോലെ Type A to Type C ഡേറ്റ കേബിളും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ബ്രിക്കുമാണ് നൽകിയിരിക്കുന്നത്. അപ്പം Redmi Note 10 നമ്മൾ കണ്ട അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. ആൻഡ് യെസ്, ഇതാണ് നമ്മുടെ Redmi Note 11. ഈ സ്റ്റിക്കറൂടെ പീൽ ചെയ്താൽ കംപ്ലീറ്റ്ലി ഫ്രീ ആവും. കംപ്ലീറ്റ്ലി ഒരു മാറ്റ് ഫിനിഷാണ് ഇത്തവണ Redmi ഇതിന് നൽകിയിരിക്കുന്നത്. നേരത്തെ ഗ്ലോസി ആയിരുന്നു. ഒരു ചെറിയ ബോക്സി ഡിസൈനിലേക്ക് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ബോക്സി ആയിട്ടില്ല, ബട്ട് നമ്മുടെ കയ്യിൽ ബോക്സി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബൂട്ട് ചെയ്തേക്കാം. ഇതിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഓവറോൾ മാറ്റ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. അൺബോക്സ് ചെയ്ത് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ടോട്ടൽ ഫിംഗർ പ്രിൻറ്റ് സ്കാച്ച് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. നല്ല ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് തന്നെയാണ് ഈ ഫോൺ. റെഡ്മിയുടെ ബ്രാൻഡിങ് ബാക്കിൽ കാണാൻ പറ്റും. പിന്നെ ക്യാമറ സെറ്റപ്പ് വിത്ത് ഫ്ലാഷ് കാണാൻ പറ്റും. റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടനും വോളിയം റോക്കേഴ്സ് ആണ്. പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സിം ട്രേ കാണാൻ പറ്റും. മുകളിലായിട്ട് സ്പീക്കേഴ്സും ഹെഡ്ഫോൺ ജാക്കും IR ബ്ലാസ്റ്ററും മൈക്കും കാണാൻ പറ്റും. താഴെയായിട്ട് നോക്കുവാണെങ്കിൽ Type C പോർട്ടും മൈക്കും സ്പീക്കേഴ്സും. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ബാക്കിൽ പ്ലാസ്റ്റിക് ആണ്. ഫ്രണ്ടിൽ Gorilla Glass 3യുടെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. 8.1 mm ആണ് തിക്നെസ്. 179 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ 6.43 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. 90 Hz റീഫ്രഷ് റേറ്റ് ഇത്തവണ Redmi നൽകിയിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. 700 nits ആണ് ബ്രൈറ്റ്നസ് പറഞ്ഞേക്കുന്നത്. 1000 nits പീക്ക് ബ്രൈറ്റ്നസ് പറഞ്ഞിട്ടുണ്ട്. 1080x2400 പിക്സൽസ് ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. അതുപോലെ 20:9 ആസ്പെക്ട് റേഷ്യോയിലാണ് വരുന്നത്. ആൻഡ്രോയിഡ് 11ലാണ്, ബട്ട് MIUI 13ലാണ് ഇത് വരുന്നത്. MIUI 13 നല്ലൊരു കാര്യം തന്നെയാണ്. ഡിസ്പ്ലേയുടെ ഫസ്റ്റ് ഇംപ്രഷൻ പറയുകയാണെങ്കിൽ എനിക്ക് നേരത്തെ പ്രീവിയസ് ജനറേഷനെ പോലെ തന്നെയാണ് തോന്നിയത്. പഞ്ച് ഹോൾ ഡിസ്പ്ലേയിലാണ് വരുന്നത്. അതുപോലെ ബെസൽസ് ഒക്കെ ചെറുതാണ്. ചിന്ന ആവറേജ് സൈസ് ആണ്. ഡിസ്പ്ലേയിൽ ഞാൻ ഇംപ്രസ് ആയത് ഇതിൻ്റെ 90 Hz റീഫ്രഷ് റേറ്റിലാണ്. അതായത് ഇപ്പോഴത്തെ ടോപ്പ് മോഡലിൽ വരുന്ന പല ബ്രാൻഡിൻ്റെ ഫ്ലാഗ്ഷിപ്പുകളിൽ പോലും 90 Hz ആക്കി 120 Hz തരാതെ 90 Hz ലിമിറ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡലിൽ നമുക്ക് 90 Hz നൽകുന്നുണ്ട്. വലിയൊരു കാര്യം തന്നെയാണ്. MIUIയുടെ എക്സ്പീരിയൻസ് ലാസ്റ്റ് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ഫീച്ചേഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ്സും പോസിറ്റീവ്സും നിറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ് ഇതിന് MIUIയിൽ നിന്ന് വരുന്നത്. എല്ലാം സിമിലർ ആണ്. നമ്മൾ റെഡ്മിയുടെ പല വീഡിയോസ് Note 10 സീരീസിലെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തിരുന്നു, എല്ലാ മോഡൽസിൻ്റെയും. അതിൽ പറഞ്ഞ അതേ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ഇഷ്ടപ്പെടാവുന്നതും അതുപോലെ ഇഷ്ടപ്പെടാതിരിക്കാനും കുറേ കാര്യങ്ങൾ MIUI തരുന്നുണ്ട്. ഈ ഒരു കംപ്ലീറ്റ് MIUI എക്സ്പീരിയൻസ് എനിക്ക് കുറച്ച് നാളും കൊണ്ട് ഞാൻ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. സോ ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് UI. ഇനി ഇതിൻ്റെ ക്യാമറ സെറ്റപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ 50 MP മെയിൻ ക്യാമറ പ്ലസ് 8 MP പ്ലസ് 2 MP പ്ലസ് 2 MP ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. വൈഡ്, അൾട്രാ വൈഡ്, മാക്രോ ഡെപ്ത്. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ പ്രോ മോഡ് ഇതിൽ അവൈലബിൾ ആണ്. പ്രോ വീഡിയോ ഉണ്ട്. അതുപോലെ സാധാ വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ്, മോറിനകത്ത് കുറേ അധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 50 MP മെയിൻ ക്യാമറയുടെ സ്പെഷ്യൽ ആ ഒരു മോഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നോർമലി വരുന്ന സെയിം UI തന്നെയാണ്. ഇവിടെ കുറേ അധികം സെറ്റിംഗ്സ് കാണാൻ പറ്റും. അതുപോലെ ഗൂഗിൾ ലെൻസ് ഇൻബിൽട്ട് ആയിട്ടുള്ളതും ഫിൽറ്റേഴ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നേരത്തെ നമ്മൾ Redmi Note 10 സീരീസ് കണ്ട സെയിം സംഭവങ്ങൾ അങ്ങനെയാണ് ഇതിലും വന്നേക്കുന്നത്. വലിയ പുതുമയൊന്നും വരുന്നില്ല. ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 1080p 30 fps നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന റെസൊല്യൂഷൻ. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിങ്ങളിപ്പോൾ കാണുന്ന വിഷ്വൽസും കുറേ കാലം കൊണ്ട് ഞാൻ എടുക്കുന്ന അൺബോക്സിങ്ങും ബീറോൾസും എല്ലാം Redmi Note 10ലാണ് എടുത്തുകൊണ്ടിരുന്നത്. അതും ലോ ലൈറ്റിൽ ഈ ഒരു ലൈറ്റിംഗ് കണ്ടീഷനിൽ. Redmi Note 10 നോക്കുവാണെങ്കിൽ നമുക്ക് മാക്സിമം 4K at 30 fps 1080p 60/30 ഒക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് നല്ലൊരു ഡൗൺ ഗ്രേഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഇംപ്രഷനിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇംപ്രഷനിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലെന്ന് തന്നെ പറയാം. ഇതിൻ്റെ ക്യാമറ വൈസിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഡൗൺ ഗ്രേഡ് ആകുമെന്ന്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുവാണെങ്കിൽ 13 MP f2.4 അപ്പേച്ചറുള്ള വൈഡ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 1080p at 30 fps ഫ്രണ്ടിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് ഇംപ്രഷനിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ്. എന്തായാലും ക്യാമറയുടെ കാര്യത്തിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് ഡൗൺ ഗ്രേഡ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. എന്തായാലും ഫൈനൽ റിവ്യൂവിൽ അല്ലെങ്കിൽ ഒരു
ഡീറ്റെയിൽഡ് റിവ്യൂവിൽ മാത്രമേ എനിക്കൊരു ഫൈനൽ ഒപ്പീനിയൻ പറയാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ബയോമെട്രിക്സ് നോക്കുകയാണെങ്കിൽ ടച്ച് ഐ ഡി ആൻഡ് ഫേസ് ഐ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലാണ് സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സിമിലർ എക്സ്പീരിയൻസ് തന്നെയാണ് ലാസ്റ്റ് ഇയറിലത്തെ പോലെ. ആൻഡ് പെട്ടെന്ന് തന്നെ അത് നമുക്ക് എടുത്തു വരേണ്ട ആവശ്യമില്ല, ഫാസ്റ്റാണ്. അതുപോലെ ഫേസ് ഐ ഡി നോക്കുവാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്. ഞാൻ നോക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. എന്തായാലും ഫേസ് ഐ ഡിയും അത്യാവശ്യം നല്ലപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അൺലോക്ക് ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ടച്ച് ഐ ഡി മാത്രമേ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ. എന്തായാലും രണ്ട് നല്ലതായിട്ട് തന്നെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. കോൾകോം സ്നാപ്ഡ്രാഗൺ 680 4G ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. അഡ്രീനോ 610 ആണ് GPU. BGMIയിലെ സെറ്റിംഗ്സ് പറയുകയാണെങ്കിൽ സ്മൂത്തിൽ നമുക്ക് ഹൈയും അതുപോലെ ബാലൻസിൽ മീഡിയം ആണ് കിട്ടുന്നത്, HD കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ശരിക്കും നല്ലൊരു ഡൗൺ ഗ്രേഡ് തന്നെയാണ് ഇതിൽ വന്നേക്കുന്നത്. റെഡ്മി നോട്ട് 10 വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഡൗൺ ഗ്രേഡ് തന്നെ ഗെയിമിങ്ങിൽ വന്നിട്ടുണ്ട്. ഗെയിം കളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കളിക്കാൻ പറ്റും, ആവറേജ് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഗെയിമിംഗ് സെൻട്രിക് ഫോണല്ല, തീർച്ചയായിട്ടും ഗെയിമിങ്ങിന് അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഫോണല്ല ഇത്. പുതിയ പ്രോസസ്സറാണ്. ഓവറോൾ നമുക്ക് ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ കളിക്കാൻ പറ്റും, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പ്രോസസ്സറിനെ പറ്റി പറയാനുള്ളത്. ഓവറോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ AMOLED ആണ്, 90 Hz റീഫ്രഷ് റേറ്റ് ഉണ്ട്. HDR സപ്പോർട്ട് വരുന്നില്ല, ബഡ്ജറ്റാണ്, നമുക്ക് അത്രയും നിർബന്ധിച്ച് പറയാൻ പറ്റത്തില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, നല്ല കാര്യമാണ്. മൾട്ടിമീഡിയ എന്തുമായാലും ലാസ്റ്റ് ഇയറിൻ്റെ പോലെ നല്ല പെർഫോമൻസ് തന്നെ ഇപ്പോഴും റെഡ്മി കാഴ്ചവെക്കുന്നുണ്ട്. ആൻഡ് ഡിസ്പ്ലേ ബേസിലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. 5000 mAh ബാറ്ററിയാണ് ലാസ്റ്റ് ഇയറിലെ പോലെ ഇപ്പോഴും വന്നിരിക്കുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റിൽ ഇതിൽ അവൈലബിൾ ആണ്. എന്തായാലും ആ കാര്യത്തിലെല്ലാം നല്ലൊരു സ്കോർ തന്നെയാണ് റെഡ്മി എപ്പോഴും കാഴ്ചവെക്കുന്നത്. കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഹൊറൈസൺ ബ്ലൂ, സ്പേസ് ബ്ലാക്ക്, സ്റ്റാർ ബേസ്റ്റ് വൈറ്റ്, ഈ 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് നോക്കുകയാണെങ്കിൽ 464 GB വേരിയൻറ്റിൻ്റെ പ്രൈസ് 13,500 ആണ്. അതുപോലെ 664 GB വേരിയൻറ്റിൻ്റെ പ്രൈസ് 14,500 ആണ്. ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള 128 GB വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 16,000 ആണ് പ്രൈസ് വരുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് പ്രൈസിൽ തന്നെയാണ് ഈ ഒരു ഫോൺ ഇപ്പോഴും വന്നിരിക്കുന്നത്. പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും ബേസ് മോഡലിൽ നമുക്ക് അഫോർഡബിൾ പക്ക ലോ ബഡ്ജറ്റ് ഡിവൈസ് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന നിലയിൽ ഈ ഒരു ഫോണിനെ പറ്റി ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ പ്രൊഡക്റ്റ് മേടിക്കാനോ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ചോദിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് സെൽ പോയിന്റുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു കിഡിൽ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.